അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിരിസത്ത മോമിനികളെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ പലക്കവരെയൊക്കെ സെലക്ട് ആക്കി എനിക്കത്തെ വിഷയ തസ്ബീഹ് നിസ്കാരമായിട്ടിക്കട്. തസ്ബീഹ് നിസ്കാരാണ്ടുള്ളത് ഒരു വലിയ സുന്നത്തായിട്ടിക്കട്, ഭയങ്കര മഹത്വമുള്ള എനിക്കത്തെ ഒരു സുന്നത്തായിട്ടിക്കട്. സാധ്യ ഇല്ലെങ്കിൽ നാൽകും നിസ്കരിക്കണം, ഇല്ലേ വാർത്ത് ഗൊർക്ക, അല്ലേ തിങ്കൾ ഗൊർക്ക, ഇല്ലേ ചാൻസ് ഇല്ലേ ടൈം കിട്ടില്ലേ വർഷത്ത് ഗൊർക്ക, അതുമാവില്ലേ ആയുസ്സിൽ ഓർക്കെങ്കിലും ഞങ്ങൾ നിസ്കരിച്ചിട്ടിക്കണ എനിക്കത്തെ നിസ്കാരം. ആയുസ്സിൽ ഓർക്ക പോലും നിസ്കരിക്കാണ്ട് ഒരാൾ മൗത്തായി പോയെങ്കിൽ ഭയങ്കരമായ ഒരു ദൗർഭാഗ്യമുള്ള ആളുണ്ടായിട്ടിക്കട് അയാളെ വിഷയത്തിൽ ചൊല്ലത്. അതുകൊണ്ട് പിരിസത്തെ മോമിനിങ്ങളെ, ഈ നിസ്കാര തസ്ബീഹ് നിസ്കാര എങ്ങനെ നിയത്ത് വെക്കണം, എത്ര നിസ്കരിക്കണം, എന്തൊരധിക നിയമങ്ങൾ, ഏത് സൂറത്ത് ഓതണം, എങ്ങനെയുള്ള വിഷയത്തിൽ അഥവാ തസ്ബീഹ് ചൊല്ലുമ്പോൾ എന്തൊരു തസ്ബീഹ് ചൊല്ലണായ തസ്ബീഹ് മറന്നു പോയി എന്തിനാക്കണം, ഇങ്ങനത്തെ ഉള്ളൊരു വിഷയത്തിലായിട്ടിക്കട്. നന്നെ കൊണ്ട് ആവരെ പോലെ വേഗം നാണ് ഈ ഒരു വീഡിയോ ആവരത്ര ഷോർട്ടാക്കിയിട്ട് ചൊല്ലുക ഞാൻ നിരിച്ചോണ്ടുള്ള നിങ്ങളെ കൊണ്ട് ആവരെ പോലെ നിങ്ങൾ എന്തിനാക്കണം സ്കിപ്പാക്കാണ്ട് ഈ വീഡിയോ ഒന്ന് കാണണം. അതുപോലെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് നല്ല വിഷയത്തിൽ കണ്ടിട്ട് നിങ്ങൾ സഹകരിക്കണം. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിൽ കടന്നു വേണ്ട പിരിസത്ത് മോമിനിങ്ങളെ, തസ്ബീഹ് നിസ്കാരാണ്ടുള്ളത് ഒരു സുന്നത്തായ എനിക്കത്തെ നിസ്കാര. ഇത് റമദാനിൽ നിസ്കരിക്കുള്ള നിസ്കാരാണ്ടായിട്ടിക്കട് പല ആൾമാരും നിറച്ചിട്ടുള്ളത്, അത് തപ്പായിട്ടിക്കട്. റമദാനും ചെന്നിട്ടു നിസ്കരിക്കുള്ള എനിക്കത്ര നിസ്കാരമല്ല ഇത്. റമദാനിൽ നിസ്കരിച്ചെങ്കിൽ ബാക്കി തിങ്ങളുടെ കാണാൻ കൂലിയാറ ഉണ്ടാ, അതുകൊണ്ടുള്ളത് ഉറപ്പായ വിഷയമേ ആയിട്ടിക്കട്. അതുകൊണ്ട് പിരിസത്തെ മോമിനിങ്ങളെ റമദാനിൽ മാത്രമേ ഉള്ള എനിക്ക് ചില ആൾമാർ ചിലർ അത് ലൈലത്തുൽ ഖദറിന്റെ ജാവല് നിസ്കരിക്കണം എനിക്കത്തെ നിസ്കാര അല്ല. നിസ്കാരം എന്നുള്ളത് വർഷത്തിൽ എപ്പോൾ വേണമെങ്കിൽ നിസ്കരിക്കാം. റമദാനിൽ മാത്രമായിട്ട് ഒരു പ്രത്യേകമുള്ള സുന്നത്തായ നിസ്കാരം ചൊല്ലത് അത് തറാവീഹ് നിസ്കാരമായിട്ടിക്കട്. ഏതായാലും പിരിസത്ത് മോമിനിങ്ങളെ വിഷയത്തിൽ കടന്നു വരാം. സുന്നത്ത് നിസ്കാര, അതായത് തസ്ബീഹ് നിസ്കാര സുന്നത്ത് നിസ്കാരമായിട്ടിക്കട്. അപ്പം നിസ്കരിക്കുമ്പോൾ തസ്ബീഹ് നിസ്കാരം 4 റക്കാത്തായിട്ടിക്കടുള്ളേ. ഇത് പോലുള്ള നിസ്കരിക്കരെങ്കിൽ സുബൈ ടൈമിൽ ഞങ്ങൾ നിസ്കരിക്കരെങ്കിൽ ഈ 4 റക്കാത്തും ഒട്ടികമേ ഞങ്ങൾ നിസ്കരിക്കണം. അതേ ടൈമിൽ ജാവ് ടൈമിൽ നിസ്കരിക്കാറായിട്ടായിട്ട് ഇന്നെങ്കിൽ ഞങ്ങൾ എന്താക്കണം ജണ്ട് റക്കാത്തായിട്ട് നിസ്കരിക്കണം. ഗൊന്തൈത്തല്ലേ? അപ്പം പോലും നിസ്കരിക്കരെങ്കിൽ തസ്ബീഹ് നിസ്കാരം 4 റക്കാത്ത് അള്ളാഹുബേനായിട്ട് ഞാൻ നിസ്കരിക്കാനായിട്ട് നീയത്ത് വെച്ചിട്ട് കൈ കെട്ടണം. ജാവുണ്ടായിട്ട് ഇന്നെങ്കിൽ തസ്ബീഹ് നിസ്കാരം ജൻറക്കാത്ത് ചെന്നിട്ട് കൈകെട്ടി ജൻറക്കാത്ത് നിസ്കരിക്കണം. പാടെ എണിച്ചിട്ട് പിന്നെയും ജൻറക്കാത്ത് ഞങ്ങൾ നിസ്കരിക്കണം. അപ്പം ജൻറക്കാത്ത് തസ്ബീഹ് നിസ്കാരാണ്ടായിട്ട് ജാവുക ഞങ്ങൾ നീയത്ത് വെക്കണം. ജാവ് നിസ്കരിക്കുക അങ്ങനെ നീയത്ത് വെച്ച് കൈ കെട്ടണം. ജൻറക്കാത്തായിട്ട് നിസ്കരിക്കണം. അപ്പം പിരിസത്തെ മോമിനിങ്ങളെ, അപ്പം 4 റക്കാത്തുള്ള നിസ്കാരം. അപ്പം ഈ നിസ്കാരം 4 റക്കാത്തിക്കുമ്പോൾ 4 റക്കാത്തിലും ഓതനായ എനിക്കത്തെ സൂറത്തുണ്ട്, പ്രത്യേക സുന്നത്തുള്ള എനിക്കത്തെ സൂറത്ത്. ഏത് സൂറത്ത് ഓതിയെങ്കിലും നിസ്കാരത്തിന് പ്രോബ്ലം ഇല്ല, നിസ്കാരം ശരിയാവും. പ്രത്യേക സുന്നത്തുള്ളതായത് കൊണ്ട് ഈ ഒരു 4 സൂറത്ത് നിങ്ങൾ ഓതുവാനായിട്ട് മാക്സിമം ശ്രമിക്കണം ഞങ്ങൾ. അപ്പം 4 സൂറത്ത് ഏതല്ല ഫസ്റ്റേ നാ ചൊന്നത് വെക്കുക. പിന്നെ ഇതിൻ്റെ നിസ്കാരത്തെ കൈഫിയത്തെ റൂപ ചൊല്ലുമ്പോൾ സൂറത്ത് ഓതുന്നുണ്ട് മാത്രം നാ ചൊല്ലുക. ഏത് സൂറത്ത് ഉണ്ട് ഇപ്പം നാ ചൊന്നുണ്ടല്ലേ? പിരിസത്തെ മോമിനിങ്ങളെ, 1ാമത്തെ റക്കാത്തിൽ അൽഹാഖു മുത്തകാസുർ, 2ാമത്തെ റക്കാത്തിൽ വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ സൂറത്തുൽ അസ്ർ, അതുപോലെ 3ാമത്തെ റക്കാത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 4ാമത്തെ റക്കാത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള എനിക്കത്തെ സൂറത്തായിട്ടിക്കൊണ്ട് ഓതനായത്. ഇനി ഈ 4 സൂറത്ത് നിങ്ങൾക്ക് ഗൊന്തില്ല, അല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു മാത്രം ഗൊന്തുണ്ടോ, 4 റക്കാത്തിലും ഖുൽ ഹുവല്ലാഹു ഓതിയെങ്ക നോ പ്രോബ്ലം, നിസ്കാരത്തിന് നല്ല കൂലി കിട്ട്, അതിന് എന്ത് പ്രോബ്ലം എന്തും വേണ്ടതുമല്ല. ഏതായാലും പിരിസത്തെ മോമിനികളെ ചൊന്നു വന്നത് 4 സൂറത്തിനാണ് ചൊന്നു വന്ന്. അവ എന്തിനാക്കണം അതിൻ്റെ റൂപന ചൊന്നു തൻ്റെ തസ്ബീഹ് നിസ്കാരം ജൻറക്കാത്ത് കിബിലക്ക് മുന്നിട്ട് അള്ളാഹുബേനായിട്ട് ഞാൻ നിസ്കരിക്കണം. അങ്ങനെ നീയത്ത് വെച്ചിട്ടായിട്ടിക്കണം കൈ കെട്ടണായത്. സുബൈ ടൈം ഉണ്ടായിട്ട് തസ്ബീഹ് നിസ്കാരം 4 റക്കാത്ത് അള്ളാഹുബേനായിട്ട് ഞാൻ നിസ്കരിക്കുക. ചെന്നിട്ട് ഒട്ടിക നിങ്ങൾ നിസ്കരിച്ച് തീർക്കണം. കൈ കെട്ടിയിട്ട് വജ്ജഹ് ഓതണോ, പിന്നെ ഫാത്തിഹ ഓതണോ, പിന്നെ സൂറത്ത് ഓതണം. സൂറത്തിനായിപ്പോൾ ചെന്നിട്ടായിട്ട് 15 വട്ട തസ്ബീഹ് ചൊല്ലണം. ഏത് തസ്ബീഹ്? ഇനി എപ്പോൾ ഞാൻ തസ്ബീഹ് ചൊല്ലുവേ അതേ തസ്ബീഹ് ഇതേ തസ്ബീഹ്. ഇനി അവിടെ ഞാൻ വേറെ റിപ്പീറ്റാക്കി ചൊല്ലില്ല. തസ്ബീഹ് ഒരേ തസ്ബീഹായിട്ട് ചൊല്ലണായത്. എല്ലാ ജാഗലും ഇതേ ചൊല്ലണായത്. എത്ര ബട്ട അത് ഞങ്ങൾ ഇനി ഇൻഷാ അല്ലാഹ് ചെന്ന് തണ്ട. അപ്പം ഫസ്റ്റ് കൈ കെട്ടിയിട്ട് വജ്ജഹ് ഓതിയിട്ട് ഫാത്തിഹ ഓതിയിട്ട് സൂറത്തെല്ലാം ഓതിയ പിന്നെ 15 വട്ടം ഞങ്ങൾ ചൊല്ലണം തസ്ബീഹ്. ഏത് തസ്ബീഹ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ തസ്ബീഹ് ആയിട്ടിക്കൊണ്ട് ചൊല്ലണായത്. ചെന്നിട്ട് എത്ര വട്ടം? 15 വട്ടം ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് റുക്കൂ പോകണം. റുക്കൂവിൽ ഞങ്ങൾ സാധാരണ ചൊല്ലണൊക്കെ തസ്ബീഹ് ഉണ്ട്. അത് ചൊന്ന പിന്നെ ഈ തസ്ബീഹ് നിസ്കാരത്തെ തസ്ബീഹ്
10 വട്ടം ഞങ്ങൾ ചൊല്ലണം. റുക്കൂവിനെ എനിക്കൊന്ന് ഏത്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി മിൽ അൽ അർദി മിൽ മാ ശിഅ്ത മിൽ മാ ബൈനഹുമാ മിൽ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ്. അത് ചൊന്ന പിന്നെ 10 വട്ടം ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് സുജൂദുക്ക് പോകണം. സുജൂദിൽ ചൊല്ലണക്കത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി 3 വട്ടം ചൊന്ന പിന്നെ ഈ തസ്ബീഹ് നിസ്കാരത്തിൽ ചൊല്ലണം 10 വട്ടം. സുജൂദിൽ എണിച്ചിട്ടുള്ള ദെപ്പുലു റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി ചൊന്നിട്ട് 10 വട്ടം ചൊല്ലണം. പിന്നെയും സുജൂദിക്ക് പോകണം. അവിടെയും സുജൂദിലെ ദിക്ർ ചൊന്ന പിന്നെ 10 വട്ടം ചൊല്ലണം. ചെന്നിട്ട് അല്ലാഹു അക്ബർ ചൊന്ന് ദെക്കണം. ഈ ദെപ്പ് ഏത് ദെപ്പ്? ജൽസത്തുൽ ഇസ്തിറാഹാട്ടായിട്ട് ഇവിടെ ചൊല്ലട്ടെ. ഇസ്തിറാഹത്ര ദെപ്പ് ഉണ്ട്. ആ ദെപ്പ് ഞങ്ങൾ ദച്ചിട്ട് അവിടെ എന്താക്കണോ ഒരു ചെറിയ ദെപ്പ്, സാധാരണ ഫർദ് നിസ്കാരത്തിൽ ഇങ്ങനെ ഒരു ചെറിയ ദെപ്പ് ദച്ചിട്ട് ഇങ്ങനെ മേൽ വേണ്ടല്ലേ, ഇതെന്താക്കണോ ആ ദെപ്പിൽ ദെക്കണം. ദച്ചിട്ട് 10 വട്ടം ഞങ്ങൾ എന്താക്കണോ ഈ ദിക്ർ ചൊല്ലണം, തസ്ബീഹ് ചൊല്ലണം. ഇതോടുകൂടി 75 തസ്ബീഹ് ആവും. അങ്ങനെ ചെന്ന് പിന്നെ എണിക്കണം. രണ്ടാമത്തെ റക്അത്ത് അവച്ച് എണിക്കുമ്പോൾ അല്ലാഹു അക്ബർ ചൊല്ലോത്തിയ. കാരണം എന്ത്? ഓൾറെഡി സുജൂദിൽ എണിക്കുമ്പോൾ ഞങ്ങൾ അള്ളാഹു അക്ബർ ചെന്ന് ദൈത്ത്. അപ്പോൾ ഒരു ഇസ്തിറാഹത്തിൽ ദെപ്പ് ദച്ചതായിട്ട് ആ ദച്ചിട്ട് കാലി 10 വട്ടം ചെന്നിട്ട് നേരെ എണിക്കണം. അവിടെ തസ്ബീഹ് തക്ബീർ ചൊല്ലണുണ്ടില്ല. നേരെ എണിച്ചിട്ട് കൈ കെട്ടിട്ട് ഫാത്തിഹ ഓതണം, സൂറത്ത് ഓതണം. സൂറത്തിനാ ചെന്നറ സൂറത്ത് ഓതണം. സൂറത്ത് ഓതിയ പിന്നെ 15 വട്ടം ചൊല്ലണം ഈ ദിക്ർ തസ്ബീഹ്. അത് ചെന്ന പിന്നെ റുക്കൂ പോകണം. റുക്കുവിൽ ചൊല്ലണം. അത് ചെന്നിട്ട് 10 വട്ട. റുക്കു എണിച്ചിട്ട് ഏത്തിദാലിൽ 10 വട്ട. പിന്നെ സുജൂദ് പോകണം 10 വട്ട. സുജൂദിൻ്റെ ദെപ്പ് 10 വട്ട. പിന്നെ സുജൂദ് 10 വട്ട. പിന്നെ എണിച്ച് ദെക്കണം അത്തഹിയാത്തക്ക്. ജാവ് നിസ്കരിക്കില്ലെങ്കിലല്ലേ ഞാൻ ചെന്ന് ജഞ്ചൻറക്കത്തായി നിസ്കരിക്കണുണ്ട്. ആ ജഞ്ചൻറ പയറ്റിക്കിടന്നായി ചെന്നുകൊണ്ടുള്ളത്. അപ്പം രണ്ടാമത്തെ റുക്കു എണിച്ച് ഞങ്ങൾ ദച്ചിട്ട് അത്തഹിയാത്ത് ഓതണം. അത്തഹിയാത്ത് ഓതണം. അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിമ സ്വലാത്ത് അതും ചൊല്ലണം. പിന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു അതെല്ലാം ചെന്നിട്ടായ പിന്നെ എന്താക്കണു 10 വട്ടം ചൊല്ലണം. ചെന്നിട്ട് ഞങ്ങൾ സലാം വീട്ടണം. ഇതോടുകൂടി 2 റക്അത്ത് പൂർത്തിയാവും. 2 റക്അത്തായെങ്കിൽ ടോട്ടൽ 150 തസ്ബീഹ് പൂർത്തിയാവും. രണ്ടാമത് എണിച്ചിട്ട് 2 റക്അത്ത് ഇതുപോലെ നിസ്കരിക്കണം. കാലി സൂറത്ത് മാത്രം ചേഞ്ച് ആക്കിയാൽ മതിയാവും. അങ്ങനെ 2 റക്അത്താകുമ്പോൾ 300 തസ്ബീഹ് ആവും. 4 റക്അത്താവും തസ്ബീഹ് നിസ്കാരം പൂർത്തിയാവും. ഇനി 4 റക്അത്ത് വിശേഷിച്ചുണ്ട്. 4 റക്അത്ത് ഒട്ടിക ഉണ്ടാകുമ്പോൾ 4 തസ്ബീഹ് നിസ്കാരം 4 റക്അത്ത് അല്ലാഹുബേനായിട്ട് ഞാൻ നിസ്കരിക്കുക ചെന്നിട്ട് നീയത്ത് വെച്ചിട്ട് കൈ കെട്ടണം. കൈ കെട്ടിട്ട് വജ്ജഹത്ത് ഓതണം, സൂറത്ത് ഫാത്തിഹ ഓതണം, സൂറത്ത് ഓതണം. ഓതിട്ട് 15 വട്ട. പിന്നെ റുക്കു പോകണം. അവിടെ 10 വട്ട. റുക്കു എണിക്കണം 10 വട്ട. സുജൂദ് പോകണം 10 വട്ട. സുജൂദ് എണിക്കണം 10 വട്ട. പിന്നെ ഒരു സുജൂദ് 10 വട്ട. പിന്നെ എനിക്കുമ്പോൾ ഇസ്തിറാഹത്തിൽ ദെപ്പ് ദെക്കണം. അവിടെ 10 വട്ടം ചെന്നിട്ട് പിന്നെ 2ാമത്തെ റക്അത്ത് പറഞ്ഞു. 2ാം റക്അത്തിൽ ഇതേ സെയിം ഇതായിട്ട് 2ാമത്തെ റക്അത്തിൽ ഞങ്ങൾ സുജൂദ് പോകണ്ട. ഒരു സുജൂദാവും എനിക്ക് ദക്ര പാണ്ടൊരു സുജൂദാവും. 2 സുജൂദായിട്ട് പിന്നെ ഞങ്ങൾ എനിക്ക് ദെക്കണം. എന്ത് 1ാമത്തെ ഹിയാത്ത് വേണമായിട്ട് ദെക്കണം. ദച്ചിട്ട് അത്തഹിയാത്ത് ഓതണം. ഓതിട്ടായിട്ട് ഇത് ചൊല്ലണം. ഏത്? ഈ തസ്ബീഹ് 10 വട്ടം ചൊല്ലണം. അങ്ങനെ എണിക്കണം. എന്താ ഇതല്ലേ? അങ്ങനെ 2ാമത്തെ റക്അത്തിലും സെയിം ഇതേ പ്രൊസീജിയറായിട്ട് ഇങ്ങനെ ഞങ്ങൾ നിസ്കരിച്ചെങ്കിൽ എന്താവും? 4 റക്അത്തും പൂർത്തിയാവലോടുകൂടി 300 തസ്ബീഹ് ആവും. ഞങ്ങളുടെ നിസ്കാരം ആവും. യാറെ നല്ല ഞങ്ങൾ മാക്സിമം ജാവ് നിസ്കരിക്കുവാനായിട്ട് ശ്രമിക്കണം. എന്ത് ചെന്ന് സുബൈരക്കാണത്തിൽ ഇഖ്ലാസ് യാറെ വേണ്ടത് അത് ജാവായിട്ട്. കാരണം ചിമ്മയിക്കുമ്പോൾ ഞങ്ങൾ വേറെ ശ്രദ്ധകൾ എന്തിങ്ങനെ പോവാണ്ട് കാലി നമുക്കത് ശ്രദ്ധ മൈൻഡിലാക്കിയിട്ട് നിസ്കരിക്കുകയില്ല. എനിക്കത്തെ ഒരവസ്ഥ ജാവുകായിട്ട് യാർ. അതുകൊണ്ടായിട്ട് മഹാന്മാർ ചമ്മ നിസ്കരിക്കൂ ജാവ് ടൈം സെലക്ട് ആക്കുക. കാരണം അതായിട്ട് ഇഖ്ലാസ് യാറുണ്ട്. ഞങ്ങൾ കുത്തുബിയത്ത് ഓതില്ലേ? കുത്തുബിയത്ത് സുബൈ ഓതിയെങ്കിൽ ശരിയാവില്ലേ? കറക്റ്റ് ആവും. ഒരു പ്രോബ്ലം ഇല്ല. കുത്തിബിയത്ത് നിയമല്ല പാലിച്ചിട്ട് ഉച്ചക്ക് കുത്തുബിയത്ത് ചെന്നെങ്കിൽ ആവും. പക്ഷേ ഞങ്ങൾ ഉച്ചക്ക് കുത്തുബിയത്ത് ചെന്നിട്ട് ഗുന്തില്ല. എന്തേ? അത് ജാവേ ചൊല്ലണോ? എന്ത് കാരണം ചെന്നെങ്കിൽ അത് ജാവത്തിൽ ഇഖ്ലാസ് കിട്ടുന്നത് കൊണ്ടായിട്ട് എന്തായിട്ടല്ലേ? അപ്പം ബഹുമാനപ്പെട്ട മുഹിയദ്ദീൻ ശൈഖ് തങ്ങൾ ചെന്നത് അങ്ങനെ ആയിട്ട് പോണ 1000 വട്ടം തന്നെ വിളിക്കണം. നല്ല ഇഖ്ലാസോട് കൂടി മനക്കരുത്തോടെ വേറെ ചിന്തകളെല്ലാം സൈഡ് വെച്ചിട്ട് നന്റെ വിളിക്കണം. അങ്ങനെ വിളിച്ചെങ്കിൽ അജബ്തുഹു അവനക്ക് ഞാൻ ഉത്തരം കൊടുക്കുക. കുത്തുബിയത്തിലെ ബൈത്തിൽ നിങ്ങൾ പാട്ട് എനിക്കത്തെ ബൈത്തായിട്ട് ഏതായാലും പരിശുദ്ധ മുഅ്മിനീങ്ങളെ. അപ്പം ജാവ് നിസ്കരിച്ചതിൽ ഇഖ്ലാസ് ഉണ്ട്. എനിക്കൊരാളുള്ള ഡൗട്ടായിട്ട് ഉസ്താദ് എന്തെങ്കിലും ഒരു കാരണവശാൽ ഞങ്ങൾക്ക് ഒരു തസ്ബീഹ് മറന്നു പോയിട്ട്, ഉദാഹരണം റുക്കു പോയിട്ട് റുക്കുവിൽ 10 വട്ടം ചൊല്ലണല്ലേ, അത് മറന്നിട്ട് ഞങ്ങൾ എണിച്ച എന്താക്കണം? റീപ്പോ കുത്തിയറ എണിച്ചിട്ട് എന്താക്കണം? ഏത്തിദാലിൽ ചൊല്ലണമെങ്കിൽ 10 ചെന്നിട്ട് പിന്നെ ഞങ്ങൾ സുജൂദ് പോകണ്ട. സുജൂദിൽ വെച്ചിട്ട് എന്താക്കണം? ഞങ്ങൾക്ക് അത് ഒരു 10 യാറെ ചെന്നിട്ട് നമുക്ക് എന്താക്കാം? ആ മറന്നെതിരെ പരിഹരിക്കാം. എന്തായിട്ടല്ലേ? ഇങ്ങനെ ആയിട്ട് അതര റൂപ്പ ഏതെങ്കിലും ഒരു ഫർലിൽ ഞങ്ങൾക്ക് മറന്നെങ്കിൽ നെക്സ്റ്റുള്ള ഫർലിൽ ഞങ്ങൾക്ക് അത് എക്സ്ട്രാ ഒരു 10 ചെന്നിട്ട് ഞങ്ങൾക്കത് പൂർത്തിയാക്കാം. എന്തായിട്ടല്ലേ? ഒരു ക്ലിയറിറ്റിക്ക് എന്നൊക്കെ ഞാൻ ചൊല്ലെ കൈ കെട്ടിട്ട് ഞങ്ങൾ ഫാത്തിഹ ഓതിട്ട് 15 വട്ടം
എല്ലാ റക്കാത്തിലും അങ്ങനെ ഫാത്തിഹ സൂറത്ത് ഓതി പിന്നെ 15 വട്ടം, ബാക്കി എല്ലാ ജാഗയിൽ 10 വട്ടായിട്ട് ഇക്കിട്. ഇതൊരു നെനപ്പിന്നെങ്കിൽ മയ്യാവും. പിരിസത്തെ മോമിനികളെ എനിക്ക് ഒരാളുകളുടെ ഡൗട്ട് ആയിട്ട് ഉസ്താദ് ജമാഅത്ത് സുന്നത്തുണ്ടാ ഈ ഇങ്ങനെ നിസ്കരിക്കും ജമാഅത്തായിട്ട് നിസ്കരിക്കാമ? ജമാഅത്ത് സുന്നത്തില്ലേ ഇല്ല. ഒരു കാരണവശാലും ജമാഅത്ത് സുന്നത്തുള്ള എനിക്കത്തെ നിസ്കാരം ഇതല്ല. പിന്നെ ഞങ്ങൾ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ 27 ജാവിലുള്ള ജമാഅത്തായി നിസ്കരിക്കുന്ന കെട്ടുണ്ട്. അത് ജമാഅത്തിൽ കൂലിക്കെട്ടോ വേണമായിട്ടല്ല, പടിപ്പാട്ട് അകത്യത്തിക്ക് ജമാഅത്ത് ആവാണ്ടായിട്ട് ఇక్కడ മഹാന്മാർ തങ്ങൾക്ക് പടിപ്പാട്ടി തണ്ടത്. അപ്പോൾ എന്താക്കണോ, ഗൊന്തുള്ള ഒരാൾ ഒരു ഉസ്താദ് എതിർള്ള ഇമാം നിൽക്കണോ, ഇമാം എങ്ങനെ ഞാൻ ഇമാമത്തിനെ കരുതുന്നോണ്ടല്ല, അയാൾ ഇമാമായിട്ട് നിണ്ടെത്ത് നിസ്കരിക്കണം തെല് ജോറുകൾ ചെന്ന് ദിക്റല്ല ചെന്നിട്ടു. അപ്പോൾ ബാക്കിലുള്ള ആൾമാർക്ക് അത് കേൾക്കോവേനായിട്ട് ടിക്കറ്റ്. അപ്പോൾ അങ്ങനെ നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിച്ചെങ്കിൽ ബാക്ക് തങ്ങൾക്ക് തപ്പാണ്ട് അതായത് പഠിക്കോവേനായിട്ട് ടിക്കറ്റ് ഈ എല്ലാ ബാക്കിൽ ഇങ്ങനെ നിന്നിട്ട് ജമാഅത്ത് പോലെ നിസ്കരിക്കാം. പക്ഷേ ജമാഅത്ത് കൂലി എന്തായാലും അത് കിട്ടുമോ പോണ്ടില്ല. ജമാഅത്ത് സുല്ലത്തുള്ളക്ക് നിസ്കാരമല്ല. ആ ഒത്തിരി ഉമ്മമാരും അങ്ങനെ ആക്കും. ഉമ്മമാർ സഹോദരിമാരെല്ലാം ഇക്കറാറല്ലേ എനിക്ക് ജമാഅത്തായിട്ട് അങ്ങനെ നിസ്കരിക്കാം. എന്ത് ബാക്കി ഞാൻ സിംഗിൾ നിസ്കരിച്ച് എന്നെ കൊണ്ടാവലാണ്ടായിട്ട് ടിക്കറ്റ് അഭിപ്രായം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം സിംഗിളായിട്ട് അങ്ങനെ നിസ്കരിക്കാം. അല്ലെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ സിംഗിൾ നിസ്കരിക്കുന്നതായിട്ട് ഏറ്റവും ഉത്തമമായ വിഷയം. അപ്പോൾ പിരിസത്തെ മോമിനിങ്ങളെ നല്ലതുപോലെ പഠിച്ചിട്ട് നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് ദുആർക്കണം. എന്തിനു വേണമെങ്കിൽ ദുആർക്കാം. ഇന്നൊരു സ്പെഷ്യൽ ദുആ എന്താ വെച്ചെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലണം. അതേപോലെ എല്ലാവരും ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അല്ലാഹുമ്മ ഇന്നി أسألك توفيق أهل الهدى وأعمال أهل اليقين ومناصحة أهل التوبة وعزم أهل الصبر وجد أهل الخشية وطلب أهل الرغبة وتعبد أهل الورع وإرفان أهل العلم حتى أخافك اللهم إني أسألك مخافة تحجزني عن معاصيك حتى أعمل بطاعتك عملا أستحق به رضاك وحتى أناصحك في التوبة خوفا منك وحتى أخلص لك النصيحة حياء منك وحتى أتوكل عليك في الأمور كلها وحسن الظن بك سبحان خالق النور ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير برحمتك يا أرحم الراحمين. ഇങ്ങനെ ദ്വാർന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മുറാദ് അല്ലാഹുട്ടെ ചൊന്തു, എല്ലാ ബേജാറും അല്ലാഹുട്ടെ ചൊന്തു. ദുനിയാവിലും ആഖിറത്തിലും ബറക്കത്ത് കിട്ടകും. മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കോണ്ടുള്ള നീയത്ത് വെച്ചിട്ട് അല്ലാഹുട്ടെ ദുആർക്കൊരു ഉൾപുട്ടിട്ട് ദുആർക്കൊരു കണ്ണിൽ തന്നി പറട്ട് അർഹമുർ റഹീമീനായ റബ്ബ് അത് ഇങ്ങനെ കബൂലാക്കൂ കാത്തോണ്ടുള്ള നക്ക് വേണമായിട്ടും എൻ്റെ ഫാമിലി ഉസ്താദുമാർക്ക് വേണമായിട്ടും നിങ്ങൾ ദ്വാർക്കണം. നിങ്ങൾക്ക് വേണമായിട്ട് ഞാൻ ദ്വാർക്കറ ഇൻഷാ അല്ലാഹ്. അതിരൊട്ടിക്ക് ഒരു പ്രത്യേകമായിട്ടൊരു വിഷയം ചൊല്ലുകൊള്ളെന്ന് വെച്ചൊന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ പുത്തൂരിലുള്ള ഞങ്ങളെ പുത്തൂർ ഭാഗത്തുള്ള ബൈത്തൽക്കാച്ചുള്ള ജാഗയിൽ മുദരിസും ഖത്തീബുമായിട്ട് ഞാൻ അവിടെ ഖിദ്മത്ത് ഏറ്റെടുത്തോണ്ടുള്ള നിങ്ങളെ കൂട്ടത്തിൽ 7ാം ക്ലാസ് മേൽപ്പെട്ട മക്ക ഇന്നെങ്കിൽ ഖുർആൻ ഹിഫ്ലാക്കോ ഇൻട്രസ്റ്റുള്ള മക്ക ഇന്നെങ്കിൽ നല്ല പവർഫുൾ മൈൻഡുള്ള മക്കായിട്ട് ഇന്നെങ്കിൽ ഖുർആൻ ഹാഫിലാക്കുക നിങ്ങൾക്ക് അങ്ങനത്തെ മക്ക ഇന്നെങ്കിൽ ഞങ്ങളെ മുട്ട നിങ്ങൾക്ക് എടുത്തോണം. അതുപോലെ ദർസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന എനിക്കത്തെ നല്ലൊരു മുത്താലിമായിട്ട് എല്ലാ വിഷയത്തിലും നല്ല കഴിവുള്ള നല്ലൊരു മുത്താലിമായിട്ട് പഠിക്കുള്ള ഉദ്ദേശത്തോടെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ മക്കയിൽ നിന്ന് ഞങ്ങളൊട്ടിക്ക് നിങ്ങൾക്ക് എടുത്തിട്ട് സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാ ഫെസിലിറ്റിയും ഞങ്ങൾക്ക് ഒരുക്കി കൊടുത്തോണ്ടുള്ള അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട എന്ത് വിഷയത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കണ്ട് എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ആവാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.